തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രഭാത വന്ദനം. ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നവരെ കരുതുന്നവനാണ് അവിടുന്ന്. വേദപുസ്തകത്താളുകൾ അതിൻ്റെ നേർസാക്ഷ്യമത്രേ. ഇന്നത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64 അധ്യായം 4 വാക്യം. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. എബ്രായ സാഹിത്യത്തിലെ അതികായനും ഭക്തനുമായിരുന്ന ദാവീദ് ദൈവസന്നിധിയിൽ കാത്തിരുന്നവനായിരുന്നു. ആ കാത്തിരിപ്പിന്, ആ യാചനയ്ക്ക് ദൈവം മറുപടി നൽകി. 40-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ നാം അത് വായിക്കുന്നു. പ്രിയ ദൈവവൈതലേ, കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ജീവനുള്ള ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നാം കാത്തിരുന്നാൽ ക്ഷീണമുള്ളവനാകുന്നുവെങ്കിൽ ശക്തി ലഭിക്കും. ബലമില്ലാത്തവന് ബലം വർദ്ധിക്കുന്നു. ശക്തിയെ പുതുക്കണമെങ്കിലും കാത്തിരിപ്പ് അനിവാര്യമാണ്. പ്രാർത്ഥനയെയാണ് ഈ കാത്തിരിപ്പ് സൂചിപ്പിക്കുന്നത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നു പലരും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഒന്നും നേടുവാൻ സാധിക്കുന്നില്ല. ഒരു ദൈവദാസൻ പ്രസംഗമധ്യേ പറഞ്ഞത് ഇത്തരുണത്തിൽ ഓർത്തുപോകുകയാണ്. അധികം പ്രാർത്ഥന അധികം ശക്തി, കുറച്ചു പ്രാർത്ഥന കുറച്ചു ശക്തി. ഇതുപോലെ ഒരു ദൈവം വേറെയുണ്ടോ? ദൈവസന്നിധിയിൽ ഇരിപ്പാൻ നാം സമയം കണ്ടെത്തണം. ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയും അപാര ശക്തിയും അതുതന്നെയാണ്.